ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഒരു സാധനം കാണിക്കാൻ പോകട്ടെ. ഇവിടെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പുറത്തെ വീട് പോയി നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ കാണിക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ വീട്ടിൽ ഒരു വർഷത്തിൽ മേലെ ഇത് നട്ടിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഗൈസ് കാച്ച് ഫ്രൂട്ടായി. ഇതൊന്നും പറക്കേണ്ട ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നട്ടത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്കാണ് എൻ്റെ ക്രെഡിറ്റ്സ് മൊത്തം. അപ്പോൾ മദേഴ്സ് ഡേ പ്രമാണിച്ച് ഞാനിത് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കുക ഗൈസ്, പൈനാപ്പിളാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നതിൻ്റെ സന്തോഷം വേറൊന്നും വേണ്ടില്ല. അമ്മ നട്ടാലും ഞാൻ നട്ടാലും അതുപോലെ തന്നെയാണ്. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ പോവാണ്. എന്താ പറയുക, ഇവിടെ പൈനാപ്പിൾ, പപ്പായ, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ടൊക്കെ ഉണ്ട്. പപ്പായ പിന്നെ നമ്മൾ നട്ടതല്ല, അങ്ങനെ അതിൻ്റെ കുരു അറിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പറിക്കാൻ പോവാണ്. പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈ, നിറച്ച മുള്ളാണ്. എൻ്റെ മേത്തും കയ്യിലൊക്കെ കുത്തി കയറുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ പറിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ പറിച്ചെടുത്തു. ഓ, ആശ്വാസമായി. ഒന്നും പറയണ്ട, എന്ത് മണമാണ്, നല്ല മണമുണ്ട്. പക്ഷേ ഞാൻ ഇന്നത് കട്ട് ചെയ്യുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ മാന്തും, മയിലിൻ്റെ ശല്യമുണ്ട് ഇവിടെ. ചിലപ്പോൾ മയിൽ എന്തെങ്കിലും കൊത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പറിച്ചിട്ട് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുള്ളൂ. എനിക്ക് ഇതിപ്പോൾ പാകമായിട്ടുണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ ചിലപ്പോൾ പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇന്ന് കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ടേസ്റ്റ് നോക്കാം. നമ്മുടെ പൈനാപ്പിളിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. എന്തായാലും വീട്ടിലുണ്ടായതും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അമ്മ, ദിസ് ഇസ് ഫോർ യു ഫസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എൻ്റെ ബ്രദറിനും കൊടുക്കേണ്ടത്, കാരണം വെച്ചാൽ വീട്ടിലുണ്ടായതല്ല. അപ്പോൾ ഏട്ടൻ തൊട്ടടുത്തുണ്ട് വീട്, അപ്പോൾ ആൾക്കും കൊടുത്തു. സൂപ്പർ, നല്ല സൂപ്പർ മധുരമാണ് ഗൈസ്, ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റാണ്. ഇത്ര വിചാരിച്ചില്ല, നല്ല ടേസ്റ്റ്, ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു, സൂപ്പറാണ്. കുറച്ചും പിള്ളേർക്കും കൊടുത്തു. അവർക്ക് ജ്യൂസും എന്ന് പറഞ്ഞാൽ ജ്യൂസും അടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് വെച്ച് നോക്കണം, എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. അത്യാവശ്യമുള്ള വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും പൈനാപ്പിൾ കായ്ക്കും കേട്ടോ.